ഞങ്ങളിപ്പോ ഉള്ളത് നാസിക്കിലാണ് അല്ലെ? അതെ. ശരിക്കും നാസിക് എന്ന് പറയുമ്പോൾ മതപരമായും ചരിത്രപരമായും വളരെ പ്രസിദ്ധി ആർജിച്ച ഒരു പുണ്യ നഗരം. തീർച്ചയായിട്ടും നമ്മൾ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും വന്നിട്ടുണ്ടല്ലോ. നമ്മള് ത്രംബകേശ്വർ, പഞ്ചവടി, പിന്നെ ശിവൻ ശിവക്ഷേത്രം, അവരെല്ലാം നമ്മൾ ഷൂട്ട് ചെയ്ത് പോയത്. പിന്നെ ഗംഗ, ഗോദാവരി, അതായത് രാവണനും ലക്ഷ്മണനും സീതയും എല്ലാം വനവാസ സമയത്ത് താമസിച്ച ഒരു സ്ഥലം അല്ലെ? അതെ. ഇന്ന് ഈ നഗരത്തിന് അറിയാതെ ഒരു പേര് കൂടി ലഭിച്ചു അല്ലെ? അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് പൊതുവെ ഈ കൃഷി ചെയ്ത് ജീവിക്കുന്നവരാണിവ. അത്ര വലിയൊരു നഗരമൊന്നും അല്ല നാസിക് എന്ന് പറയുന്നത്. അപ്പൊ ഈ നാസിക്കില് അവിടെ വളരെ, അതായത് സാമ്പത്തികപരമായി പിന്നോട്ട് നിൽക്കുന്ന ഹിന്ദു പെൺകുട്ടികളെ കണ്ടുപിടിച്ച് അവരെ നിർബന്ധിത മതപരിവർത്തനത്തിന് ഇത് ചെയ്യാന്നുള്ളതാണ് അല്ലെ? അതെ അതെ, തീർച്ചയായും അതൊരു എന്താ പറയാ, വളരെയധികം വേദനിക്കുന്ന ഒരു സംഗതിയാണ്. ഞങ്ങൾ പലരുമായും ബന്ധപ്പെട്ടു. അതായത് ക്യാമറയ്ക്ക് മുമ്പിലും പുറകിലും വരുവാൻ ആരും തയ്യാറായില്ല. അതെന്ന് വെച്ചാൽ നമുക്ക്, എനിക്ക് തോന്നുന്നത് എന്തറിയോ അജേട്ടാ, ഇപ്പൊ എന്റെ വീട്ടിൽ ഒരു കച്ചറ ഉണ്ടെങ്കിൽ എനിക്കത് അടുത്ത പറമ്പിലേക്ക് ഞാൻ വലിച്ചെറിയും അല്ലേ? പക്ഷെ നമ്മൾ വീട് ചുറ്റുമല്ല. അപ്പൊ നമ്മുടെ വീട്ടിലേക്ക് വന്നെങ്കിൽ മാത്രമേ നമ്മൾ പ്രതികരിക്കൂ എന്നുള്ളത്. തീർച്ചയായും നമ്മൾ ഉണരണം, നമ്മൾ ശക്തമായി പ്രതിഷേധിക്കണം, ഉച്ചത്തിൽ പറയണം. എങ്കിൽ മാത്രമേ ഇതിനൊരു അവസാനം ഉണ്ടാകുകയുള്ളൂ. തീർച്ചയായിട്ടും അല്ലെ? കാരണം എല്ലാവരും മുൻപന്തിയിലേക്ക് വരണം, ആരും വരാൻ തയ്യാറല്ല എന്നുള്ളതാണ്. പണ്ട് മോഹൻലാൽ ഒരു സിനിമയിൽ പറയുന്നുണ്ട്, സന്തോഷമായി ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ വീട്ടിലേക്ക് ഒരു അതിഥി എത്തി. ആ അതിഥി ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് ഉറപ്പോടെ ആ അതിഥിയെ ഞങ്ങൾ പറഞ്ഞു വിട്ടു. അങ്ങനെ നമ്മുടെ സന്തോഷത്തിലേക്ക് ആര് കടന്നു വന്നാലും അവരെ നമ്മൾ പറഞ്ഞയച്ചിരിക്കും. അതുപോലെ ഉച്ചത്തിൽ ഉറക്കത്തിൽ നമ്മൾ പ്രതിഷേധിക്കണം, നമ്മൾ ഉണരണം. ഞങ്ങളിപ്പോ നിൽക്കുന്നതിന്റെ തൊട്ട് പുറകിൽ കാണുന്ന ഈ ബിൽഡിംഗ് ഉണ്ട്. ഇതാണ് TCS, ടാറ്റ കൺസൾട്ടിംഗ് സർവീസ്. 45 ഓഫീസുകൾ രാജ്യം ഒട്ടാകെയുണ്ട്. 2.6 ലക്ഷം കോടിയാണ് ഒരു വർഷത്തെ വരുമാനം 2024 കണക്കെടുത്ത് അല്ലെ? 150 ഓഫീസുകളുണ്ട് അല്ലെ? രാജ്യത്ത് 45 ഡിഫറെന്റ്. ഇപ്പൊ എവിടെ വേണമെങ്കിലും ഇവർക്ക് യാത്ര ചെയ്യും. അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ്. അതായത് സാധാരണ ആൾക്കാർ ചോദിക്കുന്ന പോലെ കോർപ്പറേറ്റ് നാട്ടിലാണ് ഇവർക്ക് എവിടെയും യാത്ര ചെയ്യാം, ഏത് രാജ്യത്ത് പോകാം. 10 ലക്ഷത്തിലും അധികം ആൾക്കാർ ഇവിടെ ജോലി ചെയ്യുന്നതാണ് പറയുന്നത് അല്ലെ? ഒരു വർഷത്തിൽ 50,000 പേർ പുതിയ ഫ്രഷേഴ്സ് ഇതിനെടുക്കുന്നുണ്ട്. ടാറ്റ എന്ന് പറയുന്നത് അതൊരു വികാരമാണ്, അതൊരു വിശ്വാസമാണ്. അതിന് ജോലി കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു ഗവൺമെന്റ് ജോലി കിട്ടുന്ന തുല്യമാണ്. അവിടെയാണ് ഇത്, അതായത് നിർബന്ധിത മതപരിവർത്തനം 5 വർഷമായിട്ട് ഇത് നടന്നുകൊണ്ടിരിക്കുക അല്ലെ? നമ്മൾ മലയാളികൾ, നമുക്ക് പരിചയമുള്ള ഇവിടെ ജോലി ചെയ്യുന്നു. നമുക്ക് പരിചയമുള്ള ജോലി ഇപ്പം അവിടെ ആരും ചെയ്യില്ല. അതിന്റെ മുകളിലെ ഇപ്പം എന്തൊക്കെയാലും അത് അടച്ചിരിക്കുകയാണ്. ഇനിയും അത് വർക്ക് ഫ്രം ഹോം എന്നൊരു സംവിധാനത്തിലേക്ക് അവർ മാറിക്കഴിഞ്ഞാൽ. ഞാനുള്ളത് ഇപ്പം നാസിക്കിലെ ഒരു പത്രകാരനൊത്താണ്. 25 ലക്ഷത്തിലധികം ഫോളോവേഴ്സ് ഉള്ള ഒരാളാണ്. സർ, हाय, हाउ आर यू? हाय, आई एम फाइन. ओके, आप किधर महाराष्ट्र से? नासिक में इधर ही पैदा हुआ है? हाँ, इधर. कितना साल हो गया? अभी तो क्या, मैं 40 साल हो गए इधर ही. आप अभी ये पत्रकार, ये साइड में कितना? 15 साल हो गए. मैं मतलब पत्रकार भी और फार्मर के लिए लड़ रहा हूँ, जहाँ जो शोषित पीड़ित जितने भी अन्यायग्रस्त है उनका आवाज मैं प्रशासन के यहाँ तक सुनाने की कोशिश करता हूँ और उनको न्याय दिलाने की कोशिश करता हूँ. അതായത് നാസിക്കിലുള്ളത് ഒരുപാട് കൃഷിക്കാരാണ്. അവരുടെ ശബ്ദം ലോകത്തിന് മുമ്പിൽ എത്തിക്കുക എന്നുള്ള ദൗത്യമാണ് അദ്ദേഹത്തിൻ്റെത്. अच्छा, मैं अभी आपको इसलिए ये पूछ रहा हूँ, अभी ये फार्मर लोग है इधर बहुत, उनका बेटी होगा अभी TCS में काम किया होगा वो. हाँ, होगा ना. उसका बारे में आप क्या बोलना चाहते हैं? नहीं, हमने तो यहाँ पे तो सब जो भी जितने बेटा बेटियाँ जो भी है उनको तो पहले ये समाज के बारे में पूरा एक प्रबोधन करना चाहिए कि हमें किसी के साथ कैसे बात करना है. हम काम पे भी जाते हैं तो काम के सिवा कुछ बात नहीं करना है. अगर कोई हमें गलत तरीके से देख रहा है, गलत तरीके से छू रहा है, तो पहले जाके अपने पेरेंट्स को बताना चाहिए जो भी हो रहा है. ये सब होने के बाद हम ये करते हैं, तो ये थोड़ा सा मुझे पहले अपने बेटा बेटियों को भी हमने ऐसा सबक सिखाना चाहिए. एक्चुअली क्या है, वो लोग बहुत गरीब है, उनको तो अभी पैसा का ये अभी काम का जरूरत है. अभी आगे जाके उसको बोलेगा नहीं, तुम किसी को बोलेगा तो काम चले जाएगा, तो इसलिए वो लोग डर के नहीं बोला होगा. हाँ, ऐसे भी होता है. तो
അതായത് പൊതുവെ ആൾക്കാർ ഇദ്ദേഹം പറയണത് അവര് തീർച്ചയായും മക്കൾ വീട്ടിൽ വന്ന് അവരുടെ അച്ഛനോടും അമ്മയോടും ഒക്കെ ഇത് പറയണം എന്നുള്ളതാണ്. പക്ഷെ അത് പറയണമെങ്കിൽ ചിലപ്പോൾ അവർ ഭയന്നുകൊണ്ട് ചിലപ്പോൾ പറയാതിരിക്കുന്നു ആവാം. സही है ना? तो डर के वो लोग डर के नहीं बताएंगे, नहीं जो भी कोई भी ऑफिस हो, कोई कंपनी हो, अगर कोई गरीब होता है उसको काम का जरूरत है, अभी अपन देख रहे हैं इंडिया में काम भी नहीं मिलता है, अगर कहीं से नौकरी मिल जाती है, अगर वो वहाँ का बॉस होता है या कोई अपने साथ काम करने वाला होता है या कोई ऑफिसर होता है, अगर ये ऐसा औरतों का अगर शोषण कर रहा है तो ये बहुत गलत है, तो उसको तो फांसी होनी चाहिए, क्योंकि ये गरीब लोगों के भावनाओं के साथ खेलने जैसा है. അതെ, പാവപ്പെട്ടവരുടെ ജീവിതം വെച്ച് കളിക്കുന്നതാണ് അദ്ദേഹം പറഞ്ഞത്. आपका जान पहचान वाला कौन भी था इसमें? नहीं, जान पहचान वाला नहीं, लेकिन अभी बाकी लोगों से हमने जानने का कोशिश किया, तो अभी ये जो हो रहा है, जो जाति धर्म वगैरह जो इसके ऊपर जो हो रहा है, जो लोग ऐसा कर रहे हैं, मतलब मैं हमेशा मेरा एक बात होता है कि कोई भी कट्टर हो, हिंदू हो, मुसलमान हो, क्रिश्चियन हो, जैन हो, कोई भी हो, ये इस तरह की कट्टरता नहीं चाहिए. अगर हम जानबूझ के अगर कोई अलग जाति का धर्म का अगर कोई वर्कर है, अगर हम उसको टॉर्चर करेंगे, अगर ये ऐसा अगर उसमें हुआ है और ऐसा अगर हो तो अभी पुलिस का इंक्वायरी भी चल रहा है, तो उसमें कोर्ट में साबित होगा, लेकिन ऐसा कर रहा है और इसके वजह से किया है तो ये लोगों को फांसी होना चाहिए. തീർച്ചയായും അതെ, അതാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും കോർട്ട് തീരുമാനിക്കട്ടെ, അവർക്ക് വേണ്ട ശിക്ഷ നടപ്പാകട്ടെ. നമ്മൾ തിരിച്ചിപ്പോൾ ഉള്ളത് നാസിക്കിലെ കുറച്ച് സുഹൃത്തുക്കളുമൊത്താണ്. നാസിക്കിലെ അറിയപ്പെടുന്ന പ്രശസ്തരാണ്, പ്രഗത്ഭരാണ്. ഓരോരുത്തരും ഒരാൾ രാഷ്ട്രീയത്തിലുണ്ട്, മറ്റു ചിലർ ബിസിനസ്സുകാരാണ്, പിന്നെ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്, റിട്ടയർഡ് ആയ ഒരാളുണ്ട് അല്ലേ. അദ്ദേഹം മഹേന്ദ്രൻ ഉണ്ടായിരുന്ന ഒരാളാണ്. മഹേന്ദ്ര ഇപ്പൊ എന്തൊക്കെയാലും ചെറുതായിട്ട് ചില ഓട്ടോമൊബൈലുകളുടെ പേരും വെളിയിൽ വരുന്നുണ്ട്, ചില കണ്ണാടി വിൽക്കുന്ന ചില കമ്പനികൾ. ഇതൊന്നും ശരിക്കും നമുക്ക് കട കൃത്യമായി അറിയാത്തതുകൊണ്ട് നമ്മൾ ആ പേര് തൽക്കാലം പറയുന്നില്ല. ഇതെല്ലാം വെളിയിൽ വരുന്ന ചില ന്യൂസുകളാണ്. എന്തൊക്കെയാലും ഈ ഒരു കോർപ്പറേറ്റ് ജിഹാദ് അല്ലെങ്കിൽ ഈ പറഞ്ഞ നമ്മുടെ ലവ് എന്ത് വേണമെങ്കിലും ഇത് വെറും TCS മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. അല്ല, തീർച്ചയായിട്ടും അല്ല. ഇതിപ്പോ കോർപ്പറേറ്റ് മേഖലയിൽ മൊത്തം വ്യാപിച്ചിട്ടുണ്ടെന്നുള്ള ആൾക്കാർക്ക് ഇപ്പോൾ സംശയങ്ങൾ വരാൻ തുടങ്ങി. കാരണം 2 ദിവസം മുമ്പാണ് നാഗ്പൂരിൽ നിന്നും ഒരാളെ അറസ്റ്റ് ചെയ്തത് അല്ലേ. അതായത് പടേങ്കെ ഹം എന്നായിരുന്നു ആ NGO. അതും ഇത് തന്നെയാണ്, അതും മതപരിവർത്തനമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും അല്ല, അങ്ങനെ ഒരു ഭയമുണ്ടോ? തീർച്ചയായിട്ടും താങ്കളുടെ മകളെ കൊണ്ട് ഒരിക്കൽ പക്ഷേ എന്തോ അറിയില്ല, അവരത് പറഞ്ഞ ഇപ്പോഴും ഇവിടെ വേക്കൻസി ഇല്ലെന്ന് പറഞ്ഞതല്ല. പക്ഷെ ഓൾറെഡി അവിടെ വേക്കൻസി ഉണ്ട്. 36 വേക്കൻസി ഉള്ളപ്പോഴാണ് ഞാൻ അവിടെ എൻ്റെ മോളെ കൊണ്ട് ചെല്ലുന്നത്. എന്തുകൊണ്ട് അറിയില്ല, എനിക്കറിയാം. കിട്ടാത്ത ഇപ്പൊ ഒരു ഭാഗ്യമായി തോന്നുന്നു. തീർച്ചയായിട്ടും ഈശ്വരനാണ് പ്രാർത്ഥിക്കുന്നത്. ഇപ്പൊ പറയാൻ പറ്റില്ല നമ്മുടെ കുട്ടികളെ എങ്ങനെ, നമ്മുടെ കുട്ടികളെ ബ്രെയിൻ വാഷ് ചെയ്ത് അവരെ എങ്ങനെ മാറ്റുമെന്ന് നമുക്കറിയാൻ പറ്റില്ല. നമ്മൾ ഈശ്വര വിശ്വാസികളാണ്. എത്ര നാൾ മുമ്പാണ് താങ്കളുടെ മകൾ? ഇപ്പൊ ഒരു മുമ്പ് എൻ്റെ മോൾ MBA HR ആയിരുന്നു. MBA HR കഴിഞ്ഞ് ബാംഗ്ലൂരിൽ നിന്ന് HR കഴിഞ്ഞ് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇദ്ദേഹത്തിനെ കൊണ്ടുവരുന്നത്. അപ്പൊ വേറെ നമ്മുടെ കൂട്ടുകാരനും പറഞ്ഞ അവിടെ ഏത് വേക്കൻസിക്ക് വേണ്ടിയിട്ടായിരുന്നു? MBA HR-ലേക്കാണ്. അതുകൊണ്ടാവാം ചിലപ്പോൾ HR-ലേക്ക്. കാരണം HR-ൽ അവർക്ക് വേണ്ട ആളിനെ വളരെ കൃത്യമായി അവരോട് വെച്ചിട്ടുണ്ട്. അതെ, HR-ലാണ് വെച്ചാൽ ഒരു കമ്പനിയുടെ ഏറ്റവും കൺട്രോൾ ചെയ്യുന്ന പവർ സെന്റർ ആണ് HR. അപ്പൊ ഈ HR തന്നെ ഒരാൾ അവിടെ ഉണ്ടപ്പോൾ ഈ HR-ന് വേണ്ടി പുതിയൊരു വേക്കൻസിക്ക് അവിടെ ആളെടുക്കത്തില്ല. കാരണം ആസൂത്രണമായിട്ട് HR മേഖലയിൽ തന്നെയാണ് ഈ മൊത്തം കാര്യങ്ങൾ അവിടെ നടന്നത്. എന്നിരുന്നാലും മറ്റൊന്ന് പറയുന്നത് സീനിയർ ആയിട്ടുള്ള ആള് അശ്വിനിയാണ്. ഈ അശ്വിനി പൂനെയിലാണ്. അവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവർ ഓൾറെഡി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നത് ഇവിടെ എങ്ങനെയാണ് ഇവിടുത്തെ ഒരു ആൾക്കാർ പൊതുവെ മുഴുവൻ മറാഠിക്കാർ, ഇപ്പൊ അവരെ സംബന്ധിച്ചുള്ള അവർ വെറും അല്ലെ കൃഷിക്കാരാണ്, പാവങ്ങളാണ്. അല്ല, നമ്മള് ഇത് ഇച്ചിരി കൂടെ ഡീപ്പിലോട്ട് നമ്മൾ പോവാങ്കിൽ നാസിക് എന്ന് പറഞ്ഞ ഒരു സിറ്റി ഇപ്പം കേരളം അല്ലെ ഇന്ത്യ പോലെ ലോകം മൊത്തം ഈ നാസിക് സിറ്റി അറിയാൻ തുടങ്ങി. അത് വേറെ തെറ്റായ രീതിയിലാണ് ഇപ്പൊ നാസിക് അറിഞ്ഞത്. ആക്ച്വലി നാസിക് ഒരു പൈതൃകമുണ്ട്, ഒരു പുണ്യ നഗരിയാണ് നാസിക്. ഒരു റിലീജിയസ് സിറ്റിയാണ്. ഈ 12 വർഷം നടക്കാനിരിക്കുന്ന ഒരു കുംഭമേള എന്ന് പറയുന്ന വലിയ മഹാകുംഭമേളയാണ് അടുത്ത വർഷം നാസിക്കിൽ നടക്കാനിരിക്കുക. അപ്പൊ എനിക്ക് തോന്നുന്നത് ഈ കുംഭമേള നടക്കാൻ ഈ നഗരിയിൽ തന്നെ ഇത്ര ഒരു ടാർഗറ്റഡ് ഒരു പ്രോഗ്രാം നടന്നപ്പോൾ ഇതിനും ഒരു വലിയൊരു ആസൂത്രണം കഴിഞ്ഞ 5 വർഷമായി നടന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. കാരണം നിങ്ങൾക്ക് ഇപ്പം ഇതിന്റെ ഒരു കുറച്ച് പിന്നിലോട്ട് പോയി കഴിഞ്ഞാൽ ഇപ്പം കുംഭമേളയിൽ നമ്മുടെ ഒരു മാല വിട്ടൊരു പെൺകുട്ടി ഇപ്പം ഇടയ്ക്ക് തന്നെ നിങ്ങൾ കേരളത്തിൽ ഇപ്പം കണ്ടാണ്. അതും കുംഭമേളയിൽ ഉത്തർപ്രദേശ് എന്ന ഒരു പുണ്യ നഗരി എന്നാണ് അത് സ്റ്റാർട്ട് ചെയ്തത്. ആ സെയിം റിപ്പീറ്റേഷൻ നമ്മൾ നാസിക്കിൽ വരുന്നുണ്ട്. നമുക്ക് വലിയൊരു
മനസ്സിലൊരു ഫീലിംഗ് ഉണ്ട്. പക്ഷെ ഇതിനകത്ത് എല്ലാം പുറകില് നാസിക്കിലെ സമൂഹം എന്ന് പറഞ്ഞാൽ സാധാരണ ആൾക്കാരാണ്. അവർ കൃഷി ചെയ്ത് ജീവിച്ച് മുന്നോട്ട് പോകുന്നവരാണ്. മുന്തിരി കൃഷിയാണ് ഇവിടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത്. പിന്നെ കാന്ത, ഉള്ളി, നമ്മുടെ വലിയ ഉള്ളി. പക്ഷെ ഇവിടുത്തെ ആൾക്കാരുടെ ചൂഷണം ചെയ്യാൻ എളുപ്പമാണ്. കാരണം സാധാരണ ആൾക്കാർ പാവപ്പെട്ടവർ. അപ്പം ഈ പാവപ്പെട്ട പെൺകുട്ടികളെ വലയിൽ വീഴ്ത്തുക എന്നൊരു ഉദ്ദേശമാണ് ഈ ജിഹാദികളുടെ ലക്ഷ്യം. ഞാനൊരു സാധാരണ ഒരു ഹിന്ദു വിശ്വാസിയായ എനിക്കൊരു മകളുണ്ട്. അപ്പം ഞങ്ങൾ കുട്ടിയെ പഠിപ്പിക്കുന്നു, കഷ്ടപ്പെട്ട് പഠിപ്പിച്ച ഒരു ജോലി സ്ഥാപനത്തിൽ, വിശ്വസ്തയോടെ ജോലി സ്ഥാപനത്തിൽ അയക്കുമ്പോൾ അവിടെ സംഭവിക്കുന്നത് അതിഭീകരമായ കാര്യങ്ങളാണ്. ഇന്ന് എൻ്റെ കുട്ടിയെ ജോലിക്ക് അയക്കാൻ പേടിയാവുന്നു. കാരണം അത്രയും മോശമായ പ്രവൃത്തി, ലവ് ജിഹാദ്. കാരണം നമ്മൾ വീട്ടിൽ കിട്ടുന്ന സംരക്ഷണം നമ്മളെ പെൺകുട്ടിക്ക് ആ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലും കിട്ടണം. അവർ മാത്രമല്ല, അവർ തുറന്നു പറയാൻ അത് ഭയപ്പെടുന്നു. ഇതിൻ്റെ ഈ കമ്പനികളിൽ നടക്കുന്ന സംഭവങ്ങൾ ആക്ച്വലി കുഞ്ഞുങ്ങൾ വീട്ടിൽ വന്ന് രക്ഷകർത്താക്കൾക്ക് പറയാണ്ട് ഉത്തരവാദിത്വമുണ്ട്. എങ്കിൽ ഇവർക്ക് ഭയപ്പാടെങ്ങനെ? ഇവർക്ക് സാമ്പത്തികമായിട്ട് സഹായിച്ചും പിന്നെ പീഡനത്തിലൂടെയും അവരെ ഒരു പുതിയ ലോകം കാണിച്ചു കൊടുത്ത് പീഡനത്തിലൂടെ അവരിപ്പോ ഒത്തിരി വീഡിയോസ് ഒക്കെ ഉണ്ടെന്നൊക്കെ പറയപ്പെടില്ല. അത് പറഞ്ഞ അങ്ങനല്ല. അതായത് അവരിലേക്ക് വന്ന ആൾക്കാരെ അവർ എടുക്കുന്നുണ്ട്, വരാത്തവരെ അവർ പീഡിപ്പിക്കുന്നു, അതിനുശേഷം അവരെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നു. ചങ്ങലയായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇപ്പൊ താങ്കൾ പറഞ്ഞ കുംഭമേളയിലെ പെൺകുട്ടിയും ഈ പറഞ്ഞു ഇവർ രണ്ടുപേരും ഗർഭിണികളെന്നാ പറയണത്. അങ്ങനെ ഒരു സംഭവം കൂടി പുറയിലുണ്ട്. അതില് ആ പെണ്ണ് മിസ്സിംഗ് ആണ്, ഇവരും മിസ്സിംഗ് ആണ്. പക്ഷെ ഇവരിന്ന് ഉള്ളത് സ്ഥലം എന്ന് പറയുന്നത് ഭീവണ്ടിയിലാണ്. ഇപ്പൊ നമ്മൾ ഭീവണ്ടിക്ക് അടുത്ത് കുറച്ച് ദൂരമേ ഉള്ളൂ അല്ലെ, ഏകദേശം 20 കിലോമീറ്റർ ദൂരെ. ഈ അടുത്ത് നടന്ന ഒരു സംഭവം എന്ന് പറയുന്നത്, അതായത് 3 മുസ്ലിം യുവാക്കളെ കൽക്കട്ട ബാബ എന്ന് പറഞ്ഞാൽ കൽക്കട്ട നായർ എന്ന് വിശേഷിപ്പിക്കുന്ന ഒരാൾ, ഒരു മുസ്ലിം സ്ത്രീയാണ്, അവർ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ഈ നായർ വെടിവെച്ചു. നായർ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് അദ്ദേഹം ഉള്ളിലാണ്, പഴയ ഒരു പട്ടാളക്കാരനാണ്. ഇത് നടന്നത് ഏകദേശം 1 മാസം പോലും ആയിട്ടില്ല ഈ സംഭവം നടന്നത്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ പിള്ളേരോട് അല്ലെങ്കിൽ നമ്മുടെ സമാജങ്ങളെല്ലാം ഒന്ന് ചേർന്നുകൊണ്ട് ഒരു കൗൺസിലിംഗ് പോലെ ഇവരോടൊന്ന് ചോദിച്ചുകൂടെ, മക്കളെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എവിടെയാണ്, എന്താണ്? കാരണം 5 വർഷത്തോളം എടുത്തു ഇത് വെളിയിൽ വരാൻ. അതെ. അപ്പം അങ്ങനെ സാറ് ചോദിച്ചുകൊണ്ട് ഈ ഒരു ചോദ്യം നമ്മളിപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ എല്ലാ സമാജത്തിലെ എല്ലാം പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും ഇപ്പൊ ഈ പ്രത്യേകിച്ച് കോർപ്പറേറ്റ് മേഖല ജോലി ചെയ്യുന്ന പിള്ളേരെ ഒരു കൗൺസിൽ, കോർപ്പറേറ്റ് മേഖല വേണമെന്നില്ല, എവിടെയും സംഭവിക്കാം. കാരണം എന്നെ സംഭവിച്ചോളം ഇത് ഏകദേശം ടാർഗറ്റ് എന്ന് പറയുന്നത് ഒരു 5 വർഷമോ 10 വർഷമോ ആയിരിക്കില്ല. ഇത് പഞ്ചവത്സരി പദ്ധതി പോലൊന്നും അല്ല. ഏകദേശം 50 വർഷമോ അല്ലെങ്കിൽ 70ഓ 75ഓ വർഷത്തിൽ ഇതിനെ മുഴുവനായി തുടച്ചു നീക്കി അവരുടെ ആവശ്യമുള്ള ഒരു മതം ഇവിടെ പ്രചരിപ്പിക്കുക എന്നുള്ള ലക്ഷ്യം. അതെ. കാരണം നമ്മളിപ്പോൾ ടാറ്റയെ കുറിച്ച് പറയുമ്പോൾ, ടാറ്റ എങ്ങനെയാണ് ഇന്ത്യയിൽ എത്തിയെന്ന് പറഞ്ഞാൽ, ശരിക്കും അവർക്ക് അവരുടെ നാട്ടിൽ, അവരെന്ന് പറഞ്ഞ ഇറാനികളാണ്, പേർഷ്യക്കാരാണ്, പണ്ടത്തെ പേർഷ്യ ഇന്നത്തെ ഇറാൻ അല്ലേ, അപ്പോൾ പാർസികൾ. അപ്പോൾ അവർക്ക് അവിടെ നിലനിൽപ്പില്ലാത്ത വന്ന ഒരു സമയത്ത് അവരെന്ത് ചെയ്തു? അവർ ഇന്ത്യയിലേക്ക് എത്തി, അവർ പലായനം ചെയ്തു, അവർ ഇന്ത്യയിലെത്തി. അങ്ങനെ ഇന്ത്യയിലെത്തിയപ്പോൾ അന്നത്തെ രാജാവ്, അന്നത്തെ ഗുജറാത്തിലെ രാജാവ് ഇവരെ സ്വീകരിക്കുകയും ഇവരോട് പറഞ്ഞു 3 കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത്. 1, നിങ്ങളുടെ മതം ഇവിടെ പ്രചരിപ്പിക്കാൻ പാടില്ല. 2, ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ആരെയും വിവാഹം കഴിക്കാൻ പാടില്ല. 3, ഞങ്ങളുടെ ഭാഷ നിങ്ങൾ സംസാരിക്കണമെന്ന്. അങ്ങനെ പാർസികൾ ഗുജറാത്തിയാണ് സംസാരിക്കുന്നത്. അവരുടെ ആരും തന്നെ നമ്മുടെ കൂട്ടത്തിലുള്ള ആരെയും അവർ വിവാഹം കഴിക്കില്ല. അങ്ങനെ വിവാഹം കഴിച്ചാൽ അവരപ്പം തന്നെ അവരുടെ മതത്തിൽ നിന്ന് അവരെ മാറ്റും. പക്ഷെ ഇതിൽ ഏറ്റവും പ്രധാനമായ ഒരു കാര്യം എന്ന് പറയുന്നത്, അദ്ദേഹം പറഞ്ഞത് എന്താണ്? നിങ്ങളുടെ മതം ഇവിടെ പ്രചരിപ്പിക്കരുത്. നമ്മുടെ പഴയ രാജാക്കന്മാർ ഇങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഇവിടുത്തെ ഒരു മതവും പ്രചരിക്കില്ല. പക്ഷെ അങ്ങനെ വന്ന പക്ഷെ പാർസികൾ പിന്നീട് ഇന്ത്യയുടെ ഭാഗമായി, അവർ ഭാരതീയരായി. അതിലാണ് ടാറ്റ. പിന്നീട് അവരുടെ ജോലിക്കനുസരിച്ച്, അതായത് നമ്മുടെ ഇലക്ട്രിക്കൽ ജോലി ചെയ്യുന്ന ഇലക്ട്രിക്കൽ വാല, ഡെക്കൻ ഖോൽനെ വാല, കച്ചറ വാല, സൈക്കിൾ വാല, പൂന വാല, നമ്മുടെ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട്, ഡബ്ബ വാല. അപ്പൊ അങ്ങനെ അവരുടെ ചെയ്യുന്ന ജോലിക്കനുസരിച്ച് അവർ പേര് സ്വീകരിക്കുകയും അവർ ഇന്ന് ഇന്ത്യയിൽ അറിയപ്പെടുന്ന, ലോകം അറിയപ്പെടുന്ന വലിയ ഒരു കോർപ്പറേറ്റ് ഇതായി മാറിയത്. അതാണ് ടാറ്റ. അതുകൊണ്ടാണ് ടാറ്റയോട് നമുക്ക് ഇഷ്ടവും നമുക്ക് സ്നേഹവും ആ ടാറ്റയിലുള്ള വിശ്വാസവും അതിലുള്ള വികാരവുമാണ് അവരില്ലാതാക്കിയത്. തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെയല്ല, ടാറ്റ നമുക്ക് രാജ്യത്തിന് വേണ്ടി ഒരുപാട് സംഭാവനകളും തന്നിട്ടുണ്ട്. അതെ, വലിയ സംഭാവനയാണ് തന്നേക്കുന്നത്. അല്ല, അവരിപ്പോഴും അവർ പറയുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും ടാറ്റയെ പോലെ വലിയൊരു കമ്പനിയിൽ ഇങ്ങനെ സംഭവിക്കുക എന്ന് പറഞ്ഞ ചെറിയ കാര്യമല്ല. ഒരിക്കലും സംഭവിക്കാൻ പാടില്ല അല്ലെ, ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു കാര്യം സംഭവിച്ചു എന്നുള്ളതാണ്. അത് ഏറ്റവും കൂടുതൽ വേദന എന്ന് പറയുന്നത്. അത് ഇനിയിപ്പോൾ അവർ ഈ കഴിഞ്ഞ ഇത്ര വർഷമായി നടത്തി, ഇനി എത്ര വർഷം നടത്താൻ പോകുന്നു, എന്താണ് അവരുടെ പ്ലാൻ എന്ന് നമുക്ക് തീർച്ചയായും, ഇത്ര വലിയൊരു കൺട്രിയാണ് നമ്മുടെ, ഒരിക്കലും പറ്റില്ല. കാരണം അവർ പ്ലാൻ ചെയ്ത് ചെയ്യുന്ന പരിപാടിയാണല്ലോ.
അപ്പം മുന്നോട്ടും അവരിത് ആസൂത്രണം ചെയ്ത് പോകാനുള്ള രീതിയിലായിരിക്കും. ഇന്ന് നാസിക്കിലാണെങ്കിൽ നാളെ ചിലപ്പോൾ നാഗ്പൂറോ അല്ലെന്നുണ്ടെങ്കിൽ അമരാവതിയോ അക്കോളയോ അങ്ങനെയുള്ള സ്ഥലങ്ങളിലായിരിക്കാം. അത് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ പക്ഷെ ഒരു കാര്യമുണ്ട്, എന്തൊക്കെ സംഭവിച്ചാലും നമുക്കൊന്നും സംഭവിക്കില്ലെന്നേ. ഏറ്റവും കൂടുതൽ മതപരിവർത്തനം കേരളത്തിലാണ്. അമ്പലങ്ങളില്ലാതാക്കി. അതെ, നമ്മുടെ ടിപ്പു സുൽത്താൻ അല്ലേ, അമ്പലങ്ങളില്ലാതായി. അദ്ദേഹമാണ് ഏറ്റവും വലിയ മതപരിവർത്തനം ചെയ്തത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കേരളത്തിൽ അടഞ്ഞു. പക്ഷെ അതൊന്നും കണ്ടു കഴിഞ്ഞാലൊന്നും പേടിക്കില്ലെന്നേ നമ്മൾ. അങ്ങനെ പേടിച്ച ചരിത്രം പണ്ടേ ഇല്ല. പക്ഷെ എന്നിരുന്നാലും നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ വരാൻ പോകുന്ന നമ്മുടെ ഭാവിയുടെ തലമുറയ്ക്ക് വേണ്ടിയെങ്കിലും പ്രതികരിക്കേണ്ടത് നമുക്ക് ആവശ്യം. അല്ല, തീർച്ചയായിട്ടും പ്രതികരിക്കണം. പ്രതികരണം ആണ് ആവശ്യം. പ്രതികരിച്ചില്ലെങ്കിൽ നമ്മൾ ഇനിയും വലിയ വലിയ ആപത്തിലോട്ട് തീർച്ചയായിട്ടും ഉയരുണരും പാളങ്ങൾ നിശയില്ലാ ജീവിതയാത്രകൾ. ഈ ഓർഗനൈസ്ഡ് ഗ്രൂമിംഗ് എന്നൊരു സംഭവമുണ്ട്, കേട്ടില്ലേ? ലണ്ടനിലൊക്കെ സംഭവിച്ചാണ്. അതിന്റെ ഒരു തുടർച്ചയാണ് ഇന്ന് ഇവിടെ എല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കൂടുതലും ഈ മതപരിവർത്തനം സംഭവിച്ചത് എനിക്ക് തോന്നുന്നത് ഒന്ന് മുകളിൽ ഒന്ന് താഴെയാണ്. ഒന്ന് കേരളത്തിലും കൂടുതൽ കാശ്മീരിലും തോന്നുന്നില്ല, ടോപ്പ് ടു ബോട്ടം. അപ്പൊ അവര് മുകളിൽ നിന്നും താഴെ നിന്നും അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അതെ, കാരണം വാക്കുകൊണ്ട് പറഞ്ഞാൽ മതി. വാക്കുകൊണ്ട് പറഞ്ഞാൽ കല്യാണം കഴിക്കുകയും ചെയ്യാം, വാക്കുകൊണ്ട് പറഞ്ഞാൽ ഉപേക്ഷിക്കുകയും ചെയ്യില്ല. കലീമ ചൊല്ലാൻ പഠിപ്പിച്ചു കഴിഞ്ഞാൽ മുസ്ലിമായി മാറി, മതം മാറി. അല്ലേ? പഹൽഗാമിൽ അതായിരുന്നല്ലോ, നാട്ടുകാരോട് കലിമ ചെല്ലാൻ പറഞ്ഞു, അറിയാത്തവരൊക്കെ വെടിവെച്ചു. അതെ അതെ അതെ. അല്ല, ഇന്നിപ്പം നമ്മുടെ പല സ്ഥലങ്ങളിലും, ഇപ്പം നമ്മുടെ കേരളത്തിൽ തന്നെ, കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ ഈ അടുത്ത് നടന്ന ഒരു വിഷുവിന്റെ ഒരു പോസ്റ്റർ ശ്രീകൃഷ്ണന്റെ ഒരു പോസ്റ്ററിനെ നമ്മൾ വലിയ വിവാദം നടത്തി. അതെന്താണെന്ന് വെച്ചാൽ ഇവർക്കെല്ലാം ജാമ്യം നൽകും, ഇവർ വീണ്ടും തിരിച്ചു വരും. പക്ഷെ ഇതിന് ഞാൻ നോക്കിയിട്ട് തക്കതായ ശിക്ഷ കൊടുക്കുന്നില്ല. ഇതിനെ മറ്റുള്ള സ്ഥലങ്ങൾ പോലെ തൂക്കിക്കൊന്നു. ഇവര് നിസ്സാരമായി കാണുകയാണ് ഇതൊക്കെ. നമ്മളെ ഹിന്ദു സമൂഹത്തെയും ഹിന്ദു ദൈവങ്ങളെയും അവഹേളിക്കുക അത് അവരുടെ ഒരു ഹോബിയായിട്ട് മാറിയിരിക്കുകയാണ്. കാരണം പ്രതികരണ ശക്തി നഷ്ടപ്പെട്ടു. കാരണം ഹിന്ദുക്കളെല്ലാം മതേതരത്വം പിടിച്ചിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ മതേതരത്വം പുഴുങ്ങി തിന്നു കഴിഞ്ഞാൽ വലുതാവുന്ന ധാരണയിൽ ഇരുന്നു കൊണ്ട് ഇവർ ഇത് മുതലാക്കുകയാണ്. ഇത് ഹിന്ദു സമൂഹം മനസ്സിലാവുന്നില്ല. അവർക്ക് മതേതരത്വം, ഈ മതേതരത്വം എന്ന് പറയുന്നത് ചിന്താഗതി ഹിന്ദുക്കൾ മാറ്റണം അവരുടെ മനസ്സിൽ നിന്ന്. നമ്മുടെ സമൂഹം ഹിന്ദുവാണ്. നമ്മൾ ഹിന്ദുവായിട്ട് ജനിച്ച് ഹിന്ദുവായിട്ട് മരിക്കുവാൻ തീരുമാനിക്കണം. ഞങ്ങളെ കുഞ്ഞുങ്ങളെ ഹിന്ദുക്കളാക്കി വളർത്താൻ പഠിക്കണം. അല്ല, അത് അങ്ങനെ നമ്മൾ ശരിക്കും ഒരു സോദരത്തേണ വാഴുന്ന മാതൃകാ സ്ഥാനമാണത് അല്ലേ? ജാതിയില്ല, മതമില്ല, ഒന്നുമില്ല, നമ്മൾ ഏവരും ഒന്നാണെന്ന് പറഞ്ഞാൽ. അതെ, എന്നതിലും ഉപരി അതായത് ഓണമെന്ന് പറയുന്ന ഒരു സന്ദേശം തന്നെ ഭയങ്കര വലുതാണ്. കാരണം ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ ക്രിസ്ത്യാനിയെന്നോ അല്ലാതെ എല്ലാ കുപ്പായങ്ങളും അഴിച്ചു വെച്ച് ഞങ്ങൾ ഏകരാണ്, ഞങ്ങൾ സഹോദരരാണെന്ന് ഈ ലോകത്തിന് കാണിച്ചു കൊടുത്ത ഒരു വലിയ പരമ്പരയിൽ ജനിച്ചവരാണ് നമ്മൾ. അപ്പൊ നമ്മൾ തീർച്ചയായും അങ്ങനെ പറയേണ്ട കാര്യമില്ല. അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഇവിടെ എന്തൊക്കെ സംഭവിച്ചേനെ? തീർച്ചയായിട്ടും. പണ്ട് നമ്മളെ കുട്ടിക്കാലത്തിൽ നമ്മൾ ക്രിസ്മസിന് നമ്മൾ ക്രിസ്ത്യാനിയുടെ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കും. ഞങ്ങൾ ഇസ്ലാമിന്റെ കൂട്ടുകാർ അവരുടെ വീട്ടിൽ പോയി നമ്മൾ അവരെ റംസാനും നമ്മൾ കഴിക്കും. ഇന്ന് പക്ഷേ നമ്മൾ പോകാൻ തയ്യാറാണ്. നമ്മൾ അങ്ങനെ, പക്ഷെ അവരൊരു ഓണസദ്യ ഉണ്ണുന്നത് പോലും ഇന്ന് അവർക്ക് തയ്യാറാവുന്നില്ല. അങ്ങനെ ഉണ്ടോ? ഞാൻ ഇവിടെ മഹാരാഷ്ട്ര ജനിച്ചു വളർന്ന ഒരാളാണ്. അപ്പം ഞാൻ എൻ്റെ ഒരു വീക്ഷണത്തിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ നടക്കുന്നത് ഈ കേരളത്തിൽ നിന്നാണ്. കാരണം അവിടെയാണ് ഇതിനെക്കുറിച്ച് ഏറ്റവും മാക്സിമം കാര്യങ്ങൾ നടക്കുന്നത്. പക്ഷേ ഇത് വെളിയിലോട്ടും വരുന്നില്ല. ഇത് മതേതരത്വം എന്ന് പറഞ്ഞുകൊണ്ട് ഇതെല്ലാം ഒരുമാതിരി അമ്മക്കി കൊണ്ടുവന്ന ഒരു രീതിയാണ്. അറ്റ്ലീസ്റ്റ് ഇവിടെ പ്രതികരണമെങ്കിലും നടക്കുക. ഞാൻ തിരിച്ചൊരു ചോദ്യം, പക്ഷേ വേറൊരു കാര്യം ഇവിടെ പറയുന്നത്, കേരള സ്റ്റോറി എന്ന സിനിമ വന്നുള്ളൂ, റിയൽ സ്റ്റോറി നടന്ന ഇപ്പം ആണ്. പക്ഷെ നാസിക്കിൽ നടന്നാലും ഇതിപ്പോൾ ഇത്ര വലിയ കേസ് നടന്നപ്പോൾ ഇത് ഇത്ര ഹൈലൈറ്റ് ആയി. ഞാൻ തിരിച്ചു ചോദിക്കുന്നത്, ഇത് കേരളത്തിലായിരുന്നെങ്കിൽ ഇത് ഇത്ര വെളിയിലോട്ട് വരുമോ? അല്ല, അങ്ങനെ സാഹചര്യമല്ല. കേരളത്തിൽ ഇപ്പോൾ പ്രതികരണ ശക്തി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പരിധിവരെ നമ്മൾ സംസാരിക്കാനും പ്രതികരിക്കാനും കൂടുതലായിട്ട് ഇറങ്ങിത്തിരിക്കുന്നുണ്ട്. ഇപ്പോൾ മീഡിയ തന്നെ വിചാരിച്ച ജനം ടിവിയെ പോലെ ഒരു ചാനലാണ് ഇത് പുറത്തു കൊണ്ടുവന്നത്. കൂടുതലും മറ്റുള്ള മീഡിയ ആ സ്റ്റാർട്ടിങ്ങിലൊക്കെ ഇത് അമർത്തി നിർത്തി. പിന്നെ കാണിച്ചു തുടങ്ങിയത് ഈ നാസിക്കിന്റെ പ്രശ്നം എല്ലാവരും കാണിക്കുന്നുണ്ട്. ഇപ്പോഴുണ്ട്. പക്ഷെ സ്റ്റാർട്ടിങ് ചെയ്യാൻ നമ്മുടെ ജനം ടി വിയാണ് മുന്നിട്ടിറങ്ങുന്ന ഒരുമാതിരിപ്പെട്ട ഹിന്ദുക്കൾക്ക് വേണ്ടി എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്. പക്ഷെ നമ്മൾ ഈ പറഞ്ഞ, അതായത് ഈ മതം മാറ്റപ്പെട്ടു എന്ന് പറഞ്ഞ ഈ ഹിന്ദു പെൺകുട്ടികൾ ഇപ്പൊ നമ്മൾ ഇരിക്കുന്ന സ്ഥലത്തുനിന്ന് എത്ര ദൂരമുണ്ട്? അല്ല, ഇവിടെ അടുത്ത് താമസിക്കുന്ന അധികം ദൂരമൊന്നുമില്ല. നമുക്ക് അവരെ കാണാനും എടുക്കാനോ ഇല്ല. ഇപ്പോഴത്തെ ഇപ്പം ഈ ഇത്രയും ഒരു ഹോട്ട് സബ്ജക്റ്റ് ആയതുകൊണ്ട് പലർക്കും ഈ ഐഡന്റിറ്റി വെളിപ്പെടുത്താനുള്ള ബുദ്ധിമുട്ടുണ്ട്. അവരുടെ ഭാവിയും അവരുടെ ലൈഫും ഒക്കെ കാരണം ആരും ഇങ്ങനെ മുന്നോട്ട് വരണ്ടേ? ഇല്ല, മുന്നോട്ട് വന്നോണ്ടാണ് ഇത് വെളിയിലോട്ട് വന്നല്ലേ. അല്ല, അതിപ്പം ഒരാള്, അതായത് ഒരു ഗോപാൽ ഗുൽഷനായി മാറി. അതെ, ഒരു ഗോപാൽ ഗുൽഷനായി മാറി. അത് നാസിക്കാരൻ തന്നെയാണ്.
അദ്ദേഹത്തിന് ഈ റംസാൻ മാസത്തിൽ വീട്ടിൽ വിളിച്ച് അദ്ദേഹത്തിന് മുസ്ലിം കുപ്പായം അണിയിച്ച് അയാളെ കൊണ്ട് ബീഫ് തീറ്റിച്ചു, അയാൾ നിസ്കരിച്ചു, എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടാണ് അയാളെ മതത്തിൽ നിന്ന് അടുപ്പിച്ചത്. മതിയല്ലോ, കാരണം അവരെ സംഭവിച്ചോളാം. ഇപ്പൊ ഇത് ഈ മതപരിവർത്തനം നടത്തണമെന്ന് ആഗ്രഹിക്കുന്നവർ ഒരാളെ മാറ്റി അത് വിജയിച്ചു. അതുകൊണ്ടാണ് വീണ്ടും അത് ആ പ്രക്രിയയിലൂടെ മുന്നോട്ട് പോകുന്നത്. അല്ല, ഇതൊരു ബ്രാൻഡിങ് അല്ലേ? ഇത് ബ്രാൻഡിങ് ആണ്. നിങ്ങൾ ബ്രാൻഡ് ചെയ്യും, ഒരു പ്രൊഡക്റ്റിനെ ബ്രാൻഡ് ചെയ്യുന്ന തൊട്ട് ഞങ്ങളുടെ മതം നമ്മൾ ബ്രാൻഡ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയിട്ട് ഇത് അങ്ങ് പബ്ലിക് ആക്കിയിട്ട് ആൾക്കാരെ അതിനോട്ട് ആകർഷിക്കാനുള്ള പരിപാടിയാണ്. അതെ, മാറിക്കഴിഞ്ഞാൽ അവരെ അവിടെ നിന്ന് അങ്ങോട്ടുള്ള ജനറേഷൻ കംപ്ലീറ്റ് പോയി സ്റ്റോപ്പായി. അതെ, അതുകൊണ്ടാണ് അവർ കൂടുതലും ടാർഗറ്റ് ചെയ്യുന്നത് 20 മുതൽ 25 വയസ്സുള്ള കുട്ടികളെയാണ്. റീപ്രൊഡക്ഷന് വേണ്ടിയും അവരുടെ മതപരിവർത്തനത്തിലൂടെ അവരുടെ പോപ്പുലേഷൻ വലുതാക്കുകയാണ് അവരുടെ ലക്ഷ്യം. അത് അവരുടെ പല ആൾക്കാരും പ്രസംഗിച്ചിട്ടുണ്ടല്ലോ, ഞങ്ങൾ 20 വർഷം കഴിഞ്ഞ് ഞങ്ങളെ രാഷ്ട്രമാക്കി 2040 നമ്മളൊരു ഇസ്ലാം രാഷ്ട്രം ആക്കണമെന്ന് അവർ വളരെ പ്രഖ്യാപിച്ചു കഴിഞ്ഞവരാണ്. പബ്ലിക്കിന്റെ ഡൊമൈനിലുണ്ട്, അത് പബ്ലിക് ഡൊമൈനിലുണ്ട്, അത് നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാതെ അങ്ങനൊന്നും ടാർഗറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റുന്നൊന്നും അല്ലെന്ന്. അതൊന്നും നടക്കില്ല. ഇന്ന് ശക്തമായ ഒരു ഗവൺമെന്റാണ് ഇന്ന് ഭാരതം ഭരിക്കുന്നത്. അതുകൊണ്ട് ഇവര് വിചാരിക്കും പോലെ പെട്ടെന്നൊന്നും കാര്യങ്ങൾ നടക്കില്ല. അല്ല, ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ നിങ്ങൾ പെൺകുട്ടികളുണ്ട് അല്ലെ, പെൺകുട്ടികളുണ്ട്, അപ്പം എന്നാലും ഒരു ഭയമില്ലേ എവിടെയെങ്കിലും ഇപ്പൊ വെളിയിലേക്ക് ഒരു സ്ഥലത്തേക്ക് ജോലിക്ക് വിടാൻ? പണ്ടത്തെ പോലെ ഈ സംഭവത്തിന് ശേഷം ഇപ്പൊ അവർക്ക് 6 മുതൽ 6 വരെ, പക്ഷെ ഒരു 15 അരമണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് ഉള്ളിൽ ഭയമാണ്. കുട്ടിയുടെ മുകളിൽ എവിടെ പോയി നമ്മൾ ഉടനെ കോൾ ചെയ്യും, അപ്പൊ ലേറ്റിൽ ഒരു അരമണിക്കൂർ ലേറ്റാ, അതായത് അരമണിക്കൂർ കഴിഞ്ഞേ വരത്തുള്ളൂ. പക്ഷെ അവരുടെ പ്രായം അതാണ് വെച്ചാൽ അവർ എന്തിനടുത്ത് അവർക്കറിയില്ല എന്തോ സംഗതി ഏത് ആപത്തിലാണ് ചാടുന്നത് അവർക്കറിയില്ല. ഇപ്പം ഈ IT സെക്ടർ പോലുള്ള കോർപ്പറേറ്റ് മേഖലയിൽ വളരെയധികം റിസ്ട്രിക്ഷൻ ഉണ്ട് ഈ പിള്ളേർക്ക്. രാവിലെ ജോലിക്ക് പോകുന്ന ആള് അവിടെ പോയിട്ട് മൊബൈൽ പോലും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഈ ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്നതിന് ശേഷമേ നമ്മളോട് എന്തെങ്കിലും സംസാരിക്കാൻ പറ്റത്തുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് ഒരു ഫോണോ ഒരു മെസ്സേജോ ഒന്നും ചെയ്യാൻ അവർക്ക് പാടില്ല. ഫുൾ റിസ്ട്രിക്ഷനാണ്. അതുകൂടാതെ അവരുടെ ലാപ്ടോപ്പുകളും പിന്നെ ചില കോർപ്പറേറ്റ് മേഖലയിൽ അവരുടെ തന്നെ ഫോണുകളാണ് ഇപ്പോൾ കുട്ടികൾക്ക് കൊടുക്കുന്നത്. അവരെ വർക്ക് ഫ്രം ഹോം പ്രൊജക്റ്റുകൾ ചെയ്യാനും ബാക്കിയുള്ള ഈ ടീം കോർഡിനേഷൻ ചെയ്യാനെല്ലാം ഇപ്പം ഈ സംഭവം നടന്നേക്കുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പ്, വളരെ ആസൂത്രിതമായിട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് വരെ തുടങ്ങി ഈ TCSന്റെ കേസിൽ. ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ ആ ടീം ലീഡറിൻ്റെ അണ്ടറിൽ ജോലി ചെയ്യുന്ന എല്ലാ പെൺകുട്ടികളും ഈ വാട്സപ്പ് ഗ്രൂപ്പിലുണ്ട്. അവിടെയാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പിലാണ് ഇവരെ മതത്തിനെ കുറിച്ച് വളരെയധികം കൂടുതൽ അഡ്വർടൈസ്മെന്റ് നടത്തിയത്. അവിടുന്നാണ് ഈ ബോധം. ഇങ്ങനെയൊക്കെ വാട്സപ്പ് ഗ്രൂപ്പും ഇങ്ങനെ സെപ്പറേറ്റ് മൊബൈൽ ഉള്ളപ്പം തീർച്ചയായിട്ടും മാതാപിതാക്കൾ ഇത് അറിയണമെന്നൊന്നുമില്ല. കാരണം ഈ ഒരു അണ്ടർ കവർ ഏജന്റായി പോലീസുകാർ അവിടെ എത്തിയില്ലെങ്കിൽ, അല്ലെങ്കിൽ 40 ദിവസമുള്ളത് വർക്ക് ചെയ്തില്ലായിരുന്നു എങ്കിൽ അതിനുശേഷമാണ് ഇത് കണ്ടുപിടിച്ചത് അല്ലേ? പോലീസിനെ സമ്മതിച്ചു കൊടുക്കണം. അവരുടെ നെറ്റ്വർക്കും ഭയങ്കര. അല്ല, അവരവിടെ എത്തിച്ചേർന്നില്ലായിരുന്നു എങ്കിൽ തീർച്ചയായും ചിലപ്പോൾ വെളിയിൽ വരില്ലായിരുന്നു. വരത്തില്ല. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടി, അവളിലുള്ള മാറ്റങ്ങൾ മാതാപിതാക്കൾ ശ്രദ്ധിച്ചു. എന്താണ് എൻ്റെ പെൺകുട്ടിയിൽ പെട്ടെന്നൊരു മാറ്റം വന്നേ? അവിടെ സിന്ദൂരം തൊടുന്നില്ല, പൊട്ടു തൊടുന്നില്ല, വളകളിടുന്നില്ല, വളരെ ശാന്തമായിട്ട് നടക്കുന്നു. ഇപ്പം നമ്മുടെ മത കാര്യങ്ങളൊന്നും പങ്കെടുക്കുന്നില്ല. ഒരു സംശയം തോന്നിയപ്പോഴാണ് ഈ പെൺകുട്ടിയുടെ അമ്മയും അച്ഛനുമാണ് ആദ്യം പോലീസിൽ പോയി റിപ്പോർട്ട് ചെയ്യുന്നത്. അവരിവിടെ നിന്നും എത്ര ദൂരം അകലെയാണ്? ആദ്യം 8 കിലോമീറ്റർ അടുത്തുള്ള ഫാമിലിയാണ്. അവര് പോലീസുകാരടുത്ത് പറഞ്ഞു, എൻ്റെ പെൺകുട്ടി, എൻ്റെ മോളിൽ ഇങ്ങനെ ഒരു മാറ്റം ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്, അപ്പോൾ ഇതിനെക്കുറിച്ചൊന്ന് അന്വേഷിക്കണം. അങ്ങനെയാണ് പോലീസുകാർ ഇതിനകത്ത് വേഷം മാറി അവിടെ 40 ദിവസം ജോലി ചെയ്ത് ഈ സംഗതി ക്ലീനിങ് സ്റ്റാഫായിട്ട് വന്ന് അവര് ഇത് ഫുൾ പ്രൂഫോടുകൂടിയാണ് മുന്നോട്ട്. കാരണം ഇതൊരു കോംപ്ലിക്കേറ്റഡ് സബ്ജക്റ്റ് ആണ്. നാളെ പെട്ടെന്ന് നിങ്ങളൊരു മതപ്രവർത്തനം അവിടെ നടക്കുന്നു പറഞ്ഞുകൊണ്ട് ആരെയും നമുക്ക് ബ്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. അത് ഇന്ത്യയുടെ പ്രത്യേകതയാണ്, നമ്മുടെ മതേതര രാജ്യമാണ്. അല്ല, നമ്മുടെ ഒരു ഇത് പ്രകാരം ആർക്കും ഇഷ്ടമുള്ള മതം സ്വീകരിക്കാമെന്നുണ്ട്, അങ്ങനെയില്ല. പക്ഷെ അടിച്ചേൽപ്പിക്കാൻ പറ്റില്ല. അതെ, കാരണം ഇന്ന് നമ്മുടെ കേരളത്തിൽ നടന്നൊരു സംഭവം, ഒരു കുട്ടി, അത് വലിയ പ്രായമൊന്നുമില്ലാത്തൊരു കുട്ടി, ഒരു തോളത്തിരുന്നുകൊണ്ടാണ് പറഞ്ഞത്, അവലും പലരും കരുതിക്കോ കരുതിക്കോ. തീർച്ചയായിട്ടും ആ ഒരു സാഹചര്യം അത് വളരെ നമ്മൾ ആ കുഞ്ഞിനെ പറഞ്ഞു പറയിപ്പിച്ചതായിരിക്കുമല്ലോ. അത് കേരളത്തിലൊരു മാറ്റം തന്നെ സൃഷ്ടിക്കുക. പല രീതിയിലും പലരുടെ ജനങ്ങളുടെ, അതായത് എല്ലാ മതസ്ഥരുടെയും നെഞ്ചിനകത്ത് അത് കയറി അതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കിയാൽ അറിയാം. അവരും പലരും കുന്തിരിക്കും കരുതിക്കോ, ഞങ്ങൾ വരുന്നുണ്ട് പിന്നാലെ. അങ്ങനെ അറിഞ്ഞും അറിയാതെയും ഒക്കെ നിരവധി മത പരിവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം മാത്രം, നമ്മളേവരും ജാഗ്രത പാലിക്കുക. ഈ കണ്ടുപിടിച്ച പോലീസുകാരെ നമ്മൾ അഭിനന്ദിച്ചേ പറ്റുള്ളൂ. കാരണം അവർ പരിശ്രമിച്ച് കംപ്ലീറ്റ് തെളിവുകളോടെ
ഇവരെ പുറത്ത് ഈ പ്രതികളെ പിടിക്കാനും ഈ കേസ് അതാണ് മതപരിവർത്തനം പോലീസിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് മഹാരാഷ്ട്ര പോലീസ് അല്ലേ? പ്രത്യേകിച്ച് മഹാരാഷ്ട്ര പോലീസ്. അത് നമ്മള് എത്ര അഭിനന്ദിച്ചാലും അത് കാരണം കസബ് തൂക്കുമായി വന്നപ്പം ഒരു ലാത്തിയുമായി ഓടിച്ച പോലീസുകാരനാണ്. അങ്ങനത്തെ പോലീസുകാരും ഉണ്ട്. അതെ, അതുകൊണ്ടുണ്ട്. മഹാരാഷ്ട്ര പോലീസിന് നമ്മൾ തീർച്ചയായിട്ടും ഇത് അഭിനന്ദിച്ചേ പറ്റത്തുള്ളൂ. എത്ര അഭിനന്ദിച്ചാലും അത് കുറവ് തന്നെയാണ്. അതെ, എന്നെ സംബന്ധിച്ചോളം ഇനി ചേട്ടാ നമ്മൾ ജോലിക്ക് എടുക്കുന്നവർ മുഴുവൻ PCC പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് മേടിച്ചു വെക്കും. തീർച്ചയായിട്ടും വേണം അല്ലേ? അത് വൈറ്റ് കോളർ ആയിക്കോട്ടെ, ലേബർ ആയിക്കോട്ടെ, ആരായിക്കോട്ടെ, അവിടെ ജോലി ആയി വരുന്നുണ്ട്, അവരെല്ലാം BC കൊണ്ട് വളരെ അത്യാവശ്യം അല്ലേ? അങ്ങനെ ഒരു നിയമം അത് ആധാർ കാർഡുമായി ബന്ധിക്കണം. കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മൾ എവിടെയെങ്കിലും ഇപ്പൊ ഇവർക്ക് ഈ 150 ഓഫീസുകളുണ്ട്, എത്ര 46 രാജ്യങ്ങളിലായിട്ട് ഇവർക്ക് എവിടെയും യാത്ര ചെയ്യാം, എവിടെയും താമസിക്കാം. കാരണം അത് ടാറ്റയുടെ സ്റ്റാഫാണ്, അവർക്ക് ഗസ്റ്റ് ഹൗസ് ഉണ്ട്. ഇപ്പൊ ഇവർ ഈ മലേഷ്യൻ കണക്ഷൻ ഇവിടെ എവിടെയോ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പൊ ഇവര് മലേഷ്യക്ക് പോകുന്നുണ്ടാവാം. അതൊന്നും കൗണ്ട്. ഇപ്പൊ സാധാരണ ഒരാൾ പല പ്രാവശ്യം യാത്ര ചെയ്യുകയാണെങ്കിൽ അവരെ നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും, അല്ലേ? ഈ പണ്ട് നമ്മൾ 10ാം ക്ലാസ്സിൽ തോറ്റവർക്ക് അവരുടെ ഉള്ള പാസ്പോർട്ടുമായിട്ട് വെളിയിൽ പോകണമെങ്കിൽ മാത്രം മതി ഈ പോലീസ് ക്ലിയറൻസ്, അല്ലാത്തവർക്ക് വേണ്ട. എന്തൊക്കെയാലും അറിഞ്ഞോ അറിയാതെ ഇനി എന്തൊക്കെ സംഭവിക്കാനിരിക്കുന്നു, എന്തൊക്കെ കാര്യങ്ങൾ വെളിയിൽ വരാനിരിക്കുന്നു, എന്തിനും നമ്മൾ ജാഗ്രതയായി എപ്പോഴും ഒരു കണ്ണുകൂടി നമ്മൾ ഉണ്ടാവണം എന്നുള്ളതാണ്. നല്ലത് വരട്ടെ. ഭാവി പാസരമാകുന്ന ഒരു തലമുറയ്ക്ക് വേണ്ടി നമുക്കും കാതോർക്കാം. ഞങ്ങളുടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് എഴുതുക thehello.mumbai@gmail.com. അടുത്ത ആഴ്ച മറ്റൊരു വിഷയമേ കാണാം. Till then, take care. Bye. ഹലോ മുംബൈ, ഹലോ മുംബൈ, ഹലോ മുംബൈ, ഹലോ മുംബൈ. അപ്പോൾ നമ്മൾ ഹലോ മുംബൈ കുടുംബത്തിലെ ഒരു ആഘോഷം പങ്കുവയ്ക്കുകയാണ്. നമ്മുടെ സ്വന്തം അജയേട്ടന്റെ വെഡിങ് ആനിവേഴ്സറി ആണ്. 34ാം വെഡിങ് ആനിവേഴ്സറി. മനില അജയ്കുമാർ, അനജയ്കുമാർ, കൺഗ്രാജുലേഷൻ ആൻഡ് ഓൾ ദി ബെസ്റ്റ്. ഇതിനൊപ്പം നമ്മുടെ ലക്ഷ്മി കുട്ടിയുടെ ബർത്ത്ഡേ ആണ്. 3rd ബർത്ത്ഡേ അല്ലേ? അല്ലേ? അതെ. അപ്പം ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു.